നമസ്കാരം കുമാറെ. ഇന്നലെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം, അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള നിഗൂഢതകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ 10-20 വർഷമായി ഇന്ത്യയിലെ കോൺഗ്രസ് രാജ്യവിരുദ്ധത പരത്തിയത് അല്ലെങ്കിൽ പ്രചരിപ്പിച്ചത് ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ അതിനെ ചുക്കാൻ പിടിച്ചത് ഏത് രീതിയിലാണെന്നുള്ളൊരു വലിയ ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം, നെഹ്റു കുടുംബമാണ് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഒരു ആണിക്കൽ, അല്ലേ? ആ ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റിയാണ് കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം ഇത്രയും കാലം നിലകൊണ്ടതെങ്കിൽ ഇതിൻ്റെ 4ാം തലമുറയിലേക്ക് എത്തുമ്പോൾ, 4th ജനറേഷനിലേക്ക് എത്തുമ്പോൾ പക്ഷേ തികഞ്ഞ ദേശവിരുദ്ധത ആ കുടുംബത്തിനുള്ളിലേക്ക് കടന്നു കയറിയിരിക്കുന്നു. സോണിയാഗാന്ധി മുതൽ ഇങ്ങോട്ട്, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇവരുടെയൊക്കെ പല തരത്തിലുള്ള സ്വഭാവ വൈതൃകങ്ങൾ, അതുതന്നെ അങ്ങനെ ആ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് തികഞ്ഞ രാജ്യവിരുദ്ധതയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ ഒരു പൊതുശത്രു ആയിട്ടുള്ള സൊറോസ്, അല്ലേ? കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ്. അദ്ദേഹവുമായുള്ള ഇവരുടെ ബന്ധം, അതൊക്കെ പറയാതെ പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ മോദി പാർലമെൻറ്റിൽ ആഞ്ഞടിച്ചത്. ഇപ്പോൾ ഒരു കാര്യം ഏതാണ്ട് വ്യക്തമാണ്, ഈ സൊറോസിൻ്റെ ലക്ഷ്യം മോദിയല്ല. പണ്ട് മാധ്യമങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അങ്ങനെയാണ്, മോദിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് സൊറോസ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതല്ല, ഭാരതം തന്നെയാണ് ഈ സൊറോസിൻ്റെ ലക്ഷ്യം. ഭാരതത്തെ ഇല്ലായ്മ ചെയ്യുകയാണ്, ഭാരതത്തെ വിഘടിക്കുകയാണ് എന്നുള്ളത് കാര്യം ഏറെക്കുറെ വ്യക്തമാണ്. ശരിക്കും ഈ നെഹ്റു കുടുംബം തന്നെയാണോ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശാപമായി മാറിയിരിക്കുന്നത്? ഈ ഒരു 4ാം തലമുറ കഴിഞ്ഞാൽ ഒരു 5th ജനറേഷൻ കോൺഗ്രസിനെ നയിക്കാൻ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള ചില സംവാദങ്ങളും നടക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? ഇല്ല, ഇപ്പോൾ ഈ സോണിയാഗാന്ധിയെക്കുറിച്ചും അതുപോലെ തന്നെ നെഹ്റു കുടുംബത്തെക്കുറിച്ചുമെല്ലാം രാജ്യവിരുദ്ധത ആരോപിക്കുക, അതായത് ഒരു പരിധിവരെ രാജീവ് ഗാന്ധി വരെ അവരുടേതായ അധികാര ദുർവിനിയോഗം, അങ്ങനെയുള്ള പിടിപ്പുകേട്, അഴിമതി, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ വന്നിരുന്നെങ്കിലും സ്വേച്ഛാധിപതിയായിട്ടുള്ള രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നില്ല. അത് ഈ സോണിയാഗാന്ധിക്ക് ശേഷമാണ് ആ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നത്. സോണിയാഗാന്ധി ഫോറിൻ ഏജൻ്റ് ആണെന്നും പാക് ISIയുമായി സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ട് എന്നുമൊക്കെ നിറം പിടിപ്പിച്ച കഥകൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. അത്തരമൊരു വാർത്ത ഈ ഇടയ്ക്ക് മറ്റൊരു ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമത്തിലും വന്നതാണ്. അതെല്ലാം നമ്മൾ ചർച്ചയ്ക്ക് എടുത്തതാണ്. പക്ഷേ ഈ ആരോപണങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ ഈ ആരോപണങ്ങളെ പിന്താങ്ങിക്കൊണ്ടോ യാതൊരുവിധ ചർച്ചയും ഇന്ത്യയിൽ വ്യാപകമായി നടന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായി BJP ജോർജ് സോറോസും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ ഓപ്പണായി തന്നെ, വളരെ നേരിട്ട് തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് പാർലമെൻറ്റിനകത്തും പുറത്തും. പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞ ആ ഒരു ഇതിനേക്കാൾ ഉപരിയായി അതിന് മുന്നേ തന്നെ BJPയുടെ നേതാക്കൾ, BJP വക്താക്കൾ എല്ലാവരും തന്നെ കോൺഗ്രസിനെതിരെ, പ്രത്യേകിച്ചും സോണിയാഗാന്ധിക്കെതിരെ വളരെ ഗൗരവകരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം നേരത്തെ പ്രചരിപ്പിക്കപ്പെട്ട കഥകളുമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്നുള്ളതാണ്. BJPക്ക് കോൺഗ്രസുമായും അല്ലെങ്കിൽ സോണിയാഗാന്ധിക്കെതിരെയും ഒക്കെയുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ഒരു സന്ദർശനം നടത്തുന്നു. രാഹുൽ ഗാന്ധിയുടെ പല സന്ദർശനങ്ങളും ദുരൂഹമാണ്. അതിൽ രാജ്യവിരുദ്ധരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ കോൺഗ്രസ് വൃത്തങ്ങളോ ഒന്നും അതിനോട് പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ആരോപണങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത്തരം ആരോപണങ്ങളെ നേരിട്ട് ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ BJP കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടത്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ നേരത്തെ സംശയിച്ചു തുടങ്ങിയ പല കാര്യങ്ങളും ഇനി നമ്മൾ ചിത്രത്തിലേക്ക് ഓർത്തെടുക്കേണ്ടി വരും. അതാണ് നമ്മൾ ഇന്ന് ഈ ചർച്ചയിലൂടെ വ്യക്തമാക്കുന്നത്. അതായത് ഈ രാജീവ് ഗാന്ധി 1991 മെയ് മാസം 21-ാം തീയതിയാണ് കൊല്ലപ്പെടുന്നത്. കൃത്യം ഒരു മാസം, ജൂൺ 21-ന് തന്നെ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ഇന്ത്യയിൽ സ്ഥാപിതമായിരിക്കുന്നു. ഒരു വ്യക്തി കൊല്ലപ്പെട്ട് ഒരു മാസം, വെറും 30 ദിവസത്തെ ഗ്യാപ്പിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ സർവ്വസന്നാഹങ്ങളോടും കൂടിയ ഒരു ഫൗണ്ടേഷൻ സ്ഥാപിതമായി. സാധാരണഗതിയിൽ ഏത് വലിയ ആളുകൾ മരിച്ചാലും ഒരു വർഷം അല്ലെങ്കിൽ ഒരു 2-3 വർഷം എടുക്കും അവരുടെ സ്മരണയിൽ ഒരു പ്രത്യേക ഫൗണ്ടേഷനോ മറ്റെന്തെങ്കിലുമോ രൂപീകരിക്കാൻ. കാര്യം ഇതിൻ്റെ ഫണ്ട് സ്വരൂപീകരണം തന്നെ വലിയൊരു കടമ്പയാണ്. അപ്പോൾ അതൊക്കെ കടന്ന് ഇതിപ്പോൾ നെഹ്റു ഫാമിലി ആയതുകൊണ്ട് ഒരുപക്ഷെ കുറച്ചുകൂടി സ്പീഡിൽ നടക്കാമെന്ന് നമുക്ക് വിചാരിക്കാം, അല്ലെങ്കിൽ അത്രയും വലിയൊരു നേതാവാണ്. എങ്കിൽ പോലും ഒരു വർഷം
മിനിമം എടുക്കും അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ ഇത് ഒരു മാസത്തിനുള്ളിൽ ഇങ്ങനെ ഫൗണ്ടേഷൻ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഫൗണ്ടേഷൻ പിന്നീട് സോണിയാഗാന്ധി നേരിട്ട് തന്നെ അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ പിന്നിൽ സോണിയാഗാന്ധി ആയിരിക്കാം. പക്ഷെ പിന്നീട് അത് മാത്രമല്ല കുമാർ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ രാജീവ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിഗൂഢതകൾ അന്ന് മുതൽ തന്നെ ആരോപിക്കപ്പെട്ടിരുന്നു. ഒരു വേളയിൽ അത് സോണിയാഗാന്ധിയുടെ പേര് അതിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ജോർജ് സോറോസിൻ്റെ പേരും അതോടൊപ്പം ചേർത്ത് വായിക്കാൻ പറ്റുമോ? കാര്യം അന്ന് നമുക്കറിയാം, അന്ന് തമിഴ്നാട്ടിലെ കോൺഗ്രസിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന മൂപ്പനാർ, ജയന്തി നടരാജൻ, ഇവരുടെയൊക്കെ ഒരു പങ്ക് വലിയ രീതിയിലുള്ള സംശയത്തിനിടാക്കിയിരുന്നു. കാര്യം ഈ മൂപ്പനാരും ജയന്തി നടരാജനുമൊക്കെ അന്ന് രാജീവ് ഗാന്ധിയോടൊപ്പം ആ ചടങ്ങിൽ ഉണ്ടായിരുന്നവരാണ്. പക്ഷേ സ്ഫോടനത്തിന് തൊട്ട് മുമ്പ് ഇവർ രംഗത്ത് നിന്ന് മാറുകയും ഇവർ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പങ്കിനെക്കുറിച്ച് അന്ന് തന്നെ വലിയ ചർച്ചയായതായിരുന്നു. പിന്നീടും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സോണിയാഗാന്ധിയുടെ പങ്കുമൊക്കെ ദേശീയ മാധ്യമങ്ങളടക്കം ഇതെടുത്ത് ചർച്ച ചെയ്ത വിഷയമാണ് പലപ്പോഴായിട്ട്. പക്ഷേ ഇതിപ്പോൾ വീണ്ടും ചിത്രം ആ തരത്തിലേക്ക് മറിയുമ്പോൾ വീണ്ടും ഈ പറയുന്നതുപോലെ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ്, ഒരു ക്രൈമിൽ എവിടെയെങ്കിലും ഒരു കയ്യൊപ്പ് ഉണ്ടാവുമെന്ന് പറയാറുണ്ട്, ദൈവത്തിൻ്റെതായ അത്തരത്തിലൊരു കയ്യൊപ്പ് വീണ്ടും വെളിപ്പെടുകയാണോ? ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്തരത്തിൽ ഈ ഒരു രാജീവ് ഗാന്ധിയുടെ മരണത്തിന് പോലും സോറോസിന് പങ്കുണ്ടോ, അല്ലെങ്കിൽ അമേരിക്കൻ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റിന് പങ്കുണ്ടോ എന്ന തരത്തിലേക്കുള്ള സംശയിക്കാവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. ഒരു മാസത്തിനുള്ളിൽ ഈ സർവ്വസന്നാഹങ്ങളോടും കൂടിയ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അതിനുള്ളിൽ ഗൂഢാലോചന നമുക്ക് സംശയിക്കാവുന്നതാണ്. മാത്രമല്ല 93 ആയപ്പോഴേക്കും രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കുമൊക്കെ വ്യാപിപ്പിക്കപ്പെടുകയാണ്. 93 രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ അമേരിക്കയിൽ അതിൻ്റെ ഒരു ശാഖ, അതിൻ്റെ ഒരു ബ്രാഞ്ച് സ്ഥാപിക്കുന്നു. 94 ജോർജ് സോറോസിൻ്റെ കുപ്രസിദ്ധമായ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന ജോർജ് സോറോസിൻ്റെ ഒരു NGO സംഘടന വരുന്നത്. ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആണല്ലോ ലോകത്തിലെ പല സർക്കാരുകളെയും അട്ടിമറിക്കുകയും ഭരണകൂടങ്ങളെ അട്ടിമറിക്കുകയും ചെയ്തതിൽ പങ്കുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന കുപ്രസിദ്ധമായ ആ NGO ഉണ്ടാക്കുന്നു. അതിനുശേഷം അടുത്ത 94 ഈ NGOയുടെ കീഴിൽ മറ്റൊരു സംഘടന, ഇപ്പോൾ വിവാദമായിട്ടുള്ള FDLAP, ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് എന്ന് പറയുന്ന വിവാദ NGO രൂപം കൊള്ളുന്നു. ഈ NGOയെ പൂർണ്ണമായും 100% ഫണ്ട് ചെയ്യുന്നത് ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനാണ്. ഈ പറയുന്ന FDLAPയിൽ സോണിയാഗാന്ധി അംഗമായി വരുന്നതോടുകൂടിയാണ് ഇതിൻ്റെ ദുരൂഹതകൾ ചുരുളഴിഞ്ഞത്. അതായത് സോണിയാഗാന്ധി എങ്ങനെയാണ് അതിൽ അംഗമാകുന്നത്? രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്കാണ് അതിൽ അംഗമാകുന്നത്. ഈ ഒരു NGOകളുടെയൊക്കെ ഒരു ഫെഡറേഷൻ എന്ന നിലയിലാണ് FDLAPയിൽ സോണിയാഗാന്ധി അംഗമാകുന്നത്. മാത്രമല്ല ഈ FDLAP എന്ന NGOയിൽ സോണിയാഗാന്ധി അംഗമാകുന്നത് കൊണ്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഈ FDLAPയുടെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്ന് കശ്മീരിനെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഒരു ഭാഗത്തെ സ്വതന്ത്രമാക്കുക എന്നത് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പിൽക്കാലത്ത് അധ്യക്ഷയാകപ്പെട്ട സോണിയാഗാന്ധി അംഗമാകുന്നത്? ഇന്നും കോൺഗ്രസ്സുകാരുടെ എല്ലാ തീരുമാനങ്ങളുടെയും സുപ്രീം അതോറിറ്റി സോണിയാഗാന്ധിയാണ്. എങ്ങനെയാണ് ആ സംഘടനയിൽ അംഗമായിരിക്കാൻ അവർക്ക് സാധിക്കുക? പിന്നീട് 1994 ഈ കാര്യങ്ങളൊക്കെ വരുന്നതും ഇത് പച്ചപിടിച്ച് വരുന്നതും. 1999 നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിച്ച് പോയാൽ 1999 ഈ പറയുന്ന നമ്മുടെ വിമാനം, ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിക്കൊണ്ടുപോകുന്നത്, ഖണ്ഡകാറിലേക്ക് തട്ടിക്കൊണ്ടുപോകുന്നത്. അന്ന് ഖണ്ഡകാറിലേക്ക് ഈ വിമാനം ഇറക്കുന്നതിന് മുമ്പ് ഈ വിമാനം UAEയിൽ ഇന്ധനം നിറയ്ക്കാൻ ഇറക്കിയിരുന്നു. അന്ന് കോൺസുലർ ആക്സസ് നമ്മൾ ചോദിച്ചതാണ്. കോൺസുലർ ആക്സസ് ഇന്ത്യക്ക് നിഷേധിച്ചു US. പകരം അമേരിക്കൻ കോൺസുലറിന്, അമേരിക്കൻ നയതന്ത്ര പ്രതിനിധിക്ക് വിമാനത്തിൽ പോകാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഒരു വലിയ അമേരിക്കയുടെ ഒരു ഓപ്പറേഷൻ ആണോ ഇത് നടക്കുന്നത് എന്നൊരു സംശയം ജനിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ വിമാനം റാഞ്ചിക്കൊണ്ട് പോയതിന് ശേഷം ഭീകരവാദികൾ ആവശ്യപ്പെട്ടത് 36 ഭീകരരെയാണ്. ഇതിലൊന്ന് മസൂദ് അസറാണ്. മസൂദ് അസറിനെ അടക്കം 36 ഭീകരരെയാണ് ആവശ്യപ്പെട്ടത്. 3 ഭീകരരെയാണ് ഇന്ത്യ പിന്നീട് ഇതിൽ നെഗോസിയേഷൻ നടത്തിയതിന് ശേഷം കൊടുത്തത്. ഇതിൽ ലത്തീഫ് എന്ന് പറയുന്ന ഒരു ഭീകരൻ ഉണ്ടായിരുന്നു. ആ ഭീകരനെ അന്ന് ഇന്ത്യ കൊടുത്തില്ല. പക്ഷെ പകരം സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ ഈ ലത്തീഫിനെ മോചിപ്പിച്ചു എന്നുള്ളത് നമ്മൾ കാണണം. ഇങ്ങനെ പ്രധാനമായും മസൂദ് അസറിനെയാണ് അവർക്ക് വേണ്ടിയിരുന്നത്.
ഈ കോൺഗ്രസ് ഭരണകാലത്ത് മസൂദ് അസർ ജയിലിലായിരുന്നു. ജയിലിൽ കിടക്കവേ മസൂദ് അസറിനെ FBI, അമേരിക്കയുടെ കുറ്റാന്വേഷണ വിഭാഗമായ FBI പലതവണ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് രേഖകളിൽ കാണുന്നുണ്ട്. എന്തിനാണ് ഒരു ഭീകരവാദിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് FBI? അതിനുശേഷമാണ്, അതായത് വ്യക്തമായ ആശയവിനിമയം ഇന്ത്യക്കുള്ളിൽ ജയിലിൽ കിടക്കുന്ന ഒരു ഭീകരനും അമേരിക്കൻ ഏജൻസികളും തമ്മിൽ ഉണ്ടായിരിക്കുന്നു. ആ ആശയവിനിമയത്തിന് ശേഷം ഇന്ത്യയുടെ വിമാനം തട്ടിക്കൊണ്ടുപോകുന്നു, ഈ ഭീകരവാദിയെ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ അമേരിക്കൻ ഹാൻഡ് ഉണ്ട് എന്ന് സംശയിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ ഭീകരനെ അടക്കം പിന്നീട് മോചിപ്പിക്കുന്നു. ലത്തീഫിന് അപ്പോഴും നമ്മൾ കൊടുത്തില്ല. പക്ഷേ 2010 UPA സർക്കാർ അധികാരം ഏറ്റതിന് ശേഷം 2010 ഈ 25 ഭീകരരെ പാകിസ്ഥാന് ഒരു ഔപചാരികമായി, അല്ലെങ്കിൽ പലപ്പോഴും ഇങ്ങനെ ഈ പറയുന്ന ജയിലിൽ കിടക്കുന്ന ആളുകളെ കൈമാറാറുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ അന്ന് 1999 വിമാനം റാഞ്ചി കൊണ്ടുപോയി ഭീകരർ ആവശ്യപ്പെട്ട അതേ ഭീകരനെ ഇവർ കൊടുക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ഇവരുടെ അജണ്ട ഏതാണ്ട് പൂർത്തിയായി എന്ന് ഉറപ്പിക്കാം. ഇതേ ഭീകരനാണ് 2021 ഇന്ത്യയുടെ പത്താൻകോട്ട് ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനായത്. അതിനു മുന്നേ പാർലമെൻറ്റ് ആക്രമണം നടക്കുന്നു. പാർലമെൻറ്റ് ആക്രമണം നടക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഇന്ത്യൻ ടോപ്പ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മൊത്തം പാർലമെൻറ്റിനകത്തുണ്ടായിരുന്നു. പക്ഷേ സോണിയാഗാന്ധി ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ പറയുന്ന BJPയുടെ ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തെടുക്കാൻ. ഇത് വെറും രാഷ്ട്രീയപരമായ ഒരു ആരോപണമല്ല. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ഇതിനകത്ത് സംശയം ജനിപ്പിക്കും വിധം തന്നെയാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ സോണിയയുടെ ചില സ്ഥലത്തെ സാന്നിധ്യങ്ങൾ, ചില നിർണായക ഘട്ടങ്ങളിലെ അസാന്നിധ്യം, ഇതൊക്കെ വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. എന്തായാലും ഇനി ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടം അത് എന്താണ് BJP ആവശ്യപ്പെടുന്നത്? അല്ല, BJPക്കെതിരെ ഇപ്പോൾ ഈ 2024 തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തിയില്ല എന്ന ഒരു കാരണം, ആ ഒരു കാരണം കൊണ്ടാണല്ലോ വലിയ രീതിയിലുള്ള അവിടെയും ഈ പറഞ്ഞ മറ്റ് രാഷ്ട്രങ്ങളിൽ നടന്ന ഒരു അട്ടിമറി അത് ഇവിടെയും കൃത്യമായി വന്നിട്ടുണ്ട്. അതും നമുക്ക് വ്യക്തമാണല്ലോ. കുറേ തെളിവുകൾ അതിൽ ലഭിച്ചിട്ടുണ്ടല്ലോ. ന്യൂസ് ക്ലിക്ക് പോലുള്ള ഇവിടുത്തെ ചില മാധ്യമ സ്ഥാപനങ്ങളെ വിലക്കെടുത്തുകൊണ്ട് നടത്തിയ ചില നീക്കങ്ങൾ, അത് മറ്റൊരു വലിയ വിഷയമാണ്. തീർച്ചയായും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡീപ്പ് സ്റ്റേറ്റ് ഈ ഒരു പുതിയ ഒരു പ്രതിഭാസമാണ്, മോദിക്കെതിരായുള്ള നീക്കമാണ് എന്നൊക്കെയാണ്. പക്ഷേ അതല്ല, രാഹുൽ ഗാന്ധി അതിലെ ഏറ്റവും ഒടുവിലത്തെ കണ്ണി മാത്രമാണ്. അതിനു മുന്നേ സോണിയാഗാന്ധി ചെയ്തിരുന്നതും അത് തന്നെയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങളെ പലരും വിമർശിക്കുന്നുണ്ട്. പക്ഷേ ആ സന്ദർശനങ്ങളെല്ലാം നടന്നത് ഔദ്യോഗികമായി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിലാണ്. സോണിയാഗാന്ധിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ വിദേശ സന്ദർശനങ്ങൾ അങ്ങനെയല്ല, ഔദ്യോഗികമല്ല. അല്ല, ഏറ്റവും ഒടുവിൽ നടന്നത് പോലും പ്രൈവറ്റാണ്. അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമപ്രകാരം ഈ വിദേശയാത്രകളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിയാൽ അത് ലഭ്യമല്ല. 2004 മുതൽ 2014 വരെ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് സോണിയാഗാന്ധി ഇത്തരത്തിലുള്ള നിരവധി വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നത്. പലപ്പോഴും സോണിയാഗാന്ധി പോയതിന് ശേഷമായിരിക്കാം സോണിയാഗാന്ധി വിദേശത്തേക്ക് പോയി എന്ന വാർത്ത പോലും കോൺഗ്രസ് പുറത്തുവിടുന്നത്. പക്ഷേ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നും തേടിയാൽ അതൊന്നും അല്ല. ഇതിനിടയ്ക്ക് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ കാര്യമൊക്കെ പലപ്പോഴായിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ഘട്ടവും ഒക്കെ ഈ ഒരു പുകമറയായി ഉപയോഗിച്ചു എന്ന് വേണം ഇപ്പോൾ കരുതാൻ. തീർച്ചയായും ആ രീതിയിലുള്ള ഒരു യാത്രകളാണ് പലപ്പോഴും. ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്തോ മോദിയെ പരാജയപ്പെടുത്തി എന്ന രീതിയിൽ പാർലമെന്റിൽ വലിയ ബഹളം ഉണ്ടാക്കുന്നു, വലിയ രീതിയിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പച്ചയ്ക്ക് ചെയ്യുന്നു. അല്ല, ഇത് രാജ്യത്ത് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ച് പോലും സോണിയാഗാന്ധിയുടെ ചില ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായി നടന്ന ഇറ്റാലിയൻ നാവികരുടെ ഒരു കേസ് നമുക്കറിയാം. ഇവിടെ നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവമാണ്. അതിലെന്തായി ഒടുവിൽ ഇറ്റാലിയൻ നാവികർക്ക് എന്താ സംഭവിച്ചത്? അതും കൃത്യമായ ഒരു ഓപ്പറേഷൻ അന്നേ പറഞ്ഞിരുന്നതാണ് നമ്മൾ. അതെ, അങ്ങനെ അത്തരത്തിലൊരു അദ്ദേഹത്തിൻ്റെ, അതായത് ഈ ഇവിടെ ജയിലിൽ അടയ്ക്കപ്പെട്ട ഇറ്റാലിയൻ നാവികരിൽ 2 പേരായിരുന്നു. ഒരാളുടെ പുസ്തകം പുറത്തിറങ്ങുന്നു എന്ന വിവരമൊക്കെ വന്നിട്ടുണ്ട്. പിന്നീട് അതിനെ കുറിച്ച് കണ്ടില്ല. എന്തായാലും മാഡത്തിൻ്റെ ഒരു സ്വാധീനം കൊണ്ടാണ് ഇവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചതെന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ, അതായത് ഇന്ത്യയുടെ താല്പര്യം അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ താല്പര്യം എന്നൊരു വികാരമുണ്ടല്ലോ, അതാണല്ലോ എല്ലാ ഭരണാധികാരികളും ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിന് വിരുദ്ധമായി പല കാലഘട്ടങ്ങളിലും ഈ കോൺഗ്രസ് ഭരണകാലത്ത് പലതും നടന്നിട്ടുണ്ട്. അത് ഇന്ത്യ വിരുദ്ധമാണ്
ആയിട്ടുള്ള പലതും നടന്നിട്ടുണ്ട്. അതിൽ വിദേശ ശക്തികൾക്ക് പങ്കുണ്ട്. ഒരുപക്ഷെ ഇന്ന് ജോർജ് സോറോസിനെ പോലെയുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ ഇത്രയധികം ഭംഗിയായി ഓപ്പറേറ്റ് ചെയ്യാനുള്ള നിലമൊരുക്കി കൊടുത്തത് പോലും ഈ UPA ഭരണകാലഘട്ടത്തിലാണ് എന്ന് പറയേണ്ടി വരും. ആ രീതിയിലേക്കാണ് ഇപ്പോൾ പുതിയ ആരോപണങ്ങൾ പോകുന്നത്. രാഹുൽ ഗാന്ധി നടത്തിയ ഇതുപോലെയുള്ള വിദേശ സന്ദർശനങ്ങളും ഫോറിൻ മീറ്റിങ്ങുകളും സോണിയാഗാന്ധിയും നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പിന്നീട് ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞ് സഞ്ചരിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രകൾ, നിഗൂഢമായ യാത്രകൾ, ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള വ്യഗ്രത, എന്തുകൊണ്ടാണ് ഈ നിലവിൽ ഇന്ത്യയിലെ ഭരണത്തെ മാറ്റിയാൽ, ഇന്ത്യയിലെ ഭരണത്തെ മാറ്റാൻ ഡീപ്പ് സ്റ്റേറ്റ് തീരുമാനിച്ചാൽ പകരം അവർ കൊണ്ടുവരുന്ന ഒരാൾ ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസിനെ വന്നതുപോലെ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ പേരാണ് അവർ സെലക്ട് ചെയ്ത് വച്ചിരുന്നത്. മോദി മാറുകയാണെങ്കിൽ രാഹുലാണ് അവിടെ വരേണ്ടത് എന്ന രീതിയിലായിരുന്നു. പലപ്പോഴും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയപ്പോഴും പല ഘട്ടത്തിൽ സോണിയാഗാന്ധി രാഹുലിന് വേണ്ടി നിലമൊരുക്കാനും രാഹുലിനെ എപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. പല കാലഘട്ടത്തിലും സോണിയാഗാന്ധി ഈ കോൺഗ്രസിനെയും അതുപോലെ തന്നെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തുമൊക്കെ കോൺഗ്രസിനുള്ളിൽ ചില നേതാക്കന്മാരുണ്ടായിരുന്നു, ദേശീയവാദി, ശരത് പവാറിനെ പോലുള്ളവർ, അതുപോലെ തന്നെ മമതാ ബാനർജിയെ പോലുള്ളവർ, ഗുലാം നബി ആസാദിനെ പോലുള്ളവർ. ഇതിനെയൊക്കെ മറികടക്കുക ഒരു പരിധിവരെ സോണിയാഗാന്ധിക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതല്ല, സമ്പൂർണ്ണമായി എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ ആധിപത്യം അവർക്കാണ്. ഈ ഒരു ഘട്ടത്തിലേക്കായിരുന്നു പക്ഷേ ഈ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് സോണിയാഗാന്ധി കാത്തിരുന്ന കാര്യം. കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കന്മാരെയൊക്കെ വെട്ടിമാറ്റിയ ശേഷം വേണം രാഹുൽ, എന്തായാലും തനിക്ക് വരാനാകില്ല, നിയമപരമായ പ്രശ്നങ്ങളുണ്ട്, രാഹുൽ അവിടേക്ക് വരാൻ എന്ന് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കണം 10 വർഷവും മൻമോഹൻ സിംഗ് തുടർന്നത്. ഇപ്പോൾ ഒരു പക്ഷേ അധികാരം കിട്ടിയാൽ, അല്ല, ഈ എല്ലാവരും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരുകൾ പറയുന്നുണ്ടെങ്കിലും ഇതിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്, റോബർട്ട് വാദ്ര. അതെ, റോബർട്ട് വാദ്ര, അദ്ദേഹത്തിന് തീർച്ചയായും ബിസിനസ് താല്പര്യങ്ങൾ മാത്രമായിരിക്കണം. ഒരുപക്ഷെ അത്തരം താല്പര്യങ്ങൾക്ക് എല്ലാവിധ വളക്കൂറും നൽകിക്കഴിഞ്ഞാൽ അദ്ദേഹം അതിനകത്ത് എതിർപ്പ് പറയാൻ ഇതില്ല. പക്ഷേ പലപ്പോഴും ഈ ബിസിനസ് താല്പര്യങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടിയിരുന്ന റോബർട്ട് വാദ്ര ഇപ്പോൾ പാർലമെൻ്ററി താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതിന് മുമ്പ് തനിക്ക് മത്സരിക്കണം എന്നൊരു ആഗ്രഹം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ റോബർട്ട് വാദ്ര പ്രകടിപ്പിച്ചത് നമ്മൾ കാണണം. ഇനിയും ഒരുപക്ഷെ അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ കുമാർ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇന്ദിരാഗാന്ധി ആണെങ്കിലും രാജീവ് ഗാന്ധി ആണെങ്കിലും അവരൊക്കെ ദേശവിരുദ്ധത അവരുടെ പ്രവർത്തികളിലായിരുന്നു. ഈ പറഞ്ഞതുപോലെ സ്വേച്ഛാധിപതിയായുള്ള ഭരണം കാഴ്ചവെക്കാനുള്ള ചില കാര്യങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ട്വിറ്ററിൽ ശ്രദ്ധേയമായ ഒരാളുടെ പോസ്റ്റ് കണ്ടു. അതിലയാൾ പറഞ്ഞത് ഇത്ര മാത്രമാണ്: ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ നാഷണലിസ്റ്റുകളായിരുന്നു, അവർക്ക് ദേശത്തോടൊരു മതിപ്പും മമതയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാജീവ് ഗാന്ധി ഇറ്റലിയിൽ നിന്നൊരു വിപത്താണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. കാര്യം പിന്നീട് ഇന്ത്യയുടെ ഭാവി തന്നെ അവതാളത്തിലാക്കാൻ കെൽപ്പുള്ള വലിയ ഒരു വിപത്ത്. അത് ഏറെക്കുറെ ശരിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ഒരു നിലനിൽപ്പ്, അത് ഈ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ളൊരു വിടുതൽ, BJPയുടെ ഒരു മുദ്രാവാക്യം തന്നെ അതായിരുന്നു, കോൺഗ്രസ് വിമുക്ത ഭാരതം. അതെ, അത് ഒരുപക്ഷെ സാധ്യമാകുന്നത് ഇതിലൂടെ ആവാം എന്ന് ഈ ഒരു ഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതെ, BJP ലക്ഷ്യം വയ്ക്കുന്നതും അത് തന്നെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലല്ല, ദേശവിരുദ്ധ രാഷ്ട്രീയ പാർട്ടി. ഇതുവരെ ഇതൊരു വെറും തികഞ്ഞ രാഷ്ട്രീയപരമായ ആരോപണങ്ങളാണെങ്കിൽ ഇന്നത് ദേശത്തിന് തന്നെ ഒരു ഭീഷണിയായി മാറുന്ന വലിയ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിതാന്ത ജാഗ്രതയോടെ തന്നെയാണ് ഇനി ഈ ഒരു വിഷയത്തെ സമീപിക്കേണ്ടത്. അതെ, ഭരണകക്ഷി ആ ഒരു മോഡിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇപ്പോൾ ഉള്ള ആരോപണങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. നമസ്കാരം. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.